ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ ബിസിനസ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ചൂരക്കുട്ടിയാണ്. ഈ മീൻ നമ്മൾ എടുത്തത് മുതലപ്പുഴ ഹാർബറിൽ നിന്നാണ്. അവിടെ ഒരു കുട്ട മീനിന് 4200 രൂപയാണ് നമുക്കായത്. പിന്നെ 200 രൂപയ്ക്ക് എണ്ണ അടിച്ചതും ഹാർബറിൽ കയറിയതും ഐസ് ഇട്ടതും എല്ലാം കൂടെ കൂട്ടിയപ്പം ഞങ്ങൾക്ക് ആകെ ആയത് 4505 രൂപയാണ്. മീൻ എടുത്തുകൊണ്ട് നമ്മൾ നേരെ സിവിലിന്റെ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് തന്നെ ഒരു ചേട്ടൻ ഞങ്ങളെ 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ രണ്ട് മാമിയാരും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊയ്യോക്ക് ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ ഞങ്ങളെ 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ അവർക്കും ഞങ്ങൾ മീൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയത് വാളക്കാട് സിവിലിന്റെ താഴെയാണ്. അത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ മീനെ കൊണ്ട് വെച്ചിട്ട് പെട്ടിയുടെ മണ്ടേ തന്നെ ചൂരയൊക്കെ പറക്കി പങ്കായിട്ട് വെച്ചു. ആ 3 വെച്ചിരിക്കുന്നത് 200ഉം 2 വെച്ചിരിക്കുന്നത് 100 രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഈ മാമൻ വന്ന് ഞങ്ങൾ 200 രൂപ പങ്ക് അങ്ങോട്ട് വാങ്ങിച്ചായിരുന്നു. അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ കച്ചവടം അവിടെ വന്നിട്ട്. അങ്ങനെ മാമന്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും ചൂരയൊക്കെ പറക്കി വെച്ച് വീണ്ടും നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളെ രണ്ടാമത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ മോനും കൂടെയാണ് വന്നത്. അവര് വാങ്ങിച്ചത് 100 രൂപയുടെ മീനാണ്. അതിൽ 3 കൊടുത്തായിരുന്നു കേട്ടോ. മീൻ ചെറുതായതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം കൂടെ കൂട്ടി വെച്ചായിരുന്നു. അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും മീനൊക്കെ പറക്കി വെച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഈ മാമൻ വെറുതെ ഒന്ന് വിലയൊക്കെ തിരക്കിയിട്ട് അങ്ങ് പോയായിരുന്നു. പിന്നെ ഇവര് വന്നിട്ട് 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ അപ്പൂപ്പൻ ഞങ്ങളെന്ന് ആദ്യ ദിവസം മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അപ്പൂപ്പന്റെ അടുത്ത് ചോദിച്ചു അന്ന് കൊണ്ടുപോയ മീൻ എങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞു നല്ല അടിപൊളി മീനായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ മീൻ വാങ്ങിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അതാ ഇവരും വന്ന് വാങ്ങിച്ചിട്ടുണ്ട് 100 രൂപയ്ക്ക് വീതം. അങ്ങനെ അവർക്കും കൂടെ മീൻ എടുത്ത് കൊടുത്തപ്പോൾ ഞങ്ങളെ കയ്യിരുന്ന കവർ തീർന്നായിരുന്നു. അങ്ങനെ ജിത്തു കവർ വാങ്ങിക്കാൻ പോയൊക്കെയാണ്. ഞാൻ അപ്പോഴത്തേക്ക് എണീച്ചെന്ന് മീനൊക്കെ ഒന്ന് നോക്കി നിന്നായിരുന്നു. പിന്നെ ജിത്തു വന്നതിന് ശേഷം ഞങ്ങൾ മീൻ പെട്ടി എടുത്തുകൊണ്ട് നേരെ പൊയ്യോക്ക് ജംഗ്ഷനിലോട്ട് വന്നായിരുന്നു. അവിടെ വന്ന് ആറ്റുകാൽ ബേക്കറിയിലെ ചേച്ചിക്ക് 100 രൂപയ്ക്ക് വീതം മീൻ കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി ഓരോ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് മീനെല്ലാം തീർന്നായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വന്ന് കൊണ്ടുപോയ പെട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ജിത്തു വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചെറിയൊരു ലാഭം കിട്ടിയായിരുന്നു കേട്ടോ. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹാർബറിൽ പോയി മീൻ ലേലത്തിൽ എടുക്കുന്നതും ഹാർബറിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.